പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, 107 സങ്കീർത്തനത്തിൻ്റെ 1 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. 107 സങ്കീർത്തനത്തിൻ്റെ 1 തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭാമക്കളെ നോക്കിക്കൊണ്ട്, വിശ്വാസ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു സത്യമാണ്, മഹത്തായ ഒരു കാര്യമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നന്മയുടെ ഉറവിടമാണ്. ദൈവം നന്മയാൽ നിറഞ്ഞയാളാണ്. അതുകൊണ്ട് കർത്താവിന് നന്ദി പറയണം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. അനുദിനം അനുനിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കൃപാദാനങ്ങൾ, കൃപാനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ കൃപകളും ദാനങ്ങളും നമ്മളിലൂടെ പുറത്തേക്ക് ഒഴുക്കുവാൻ ദൈവത്തിൻ്റെ ഒരു ചാനലായി നാം ഓരോരുത്തരും മാറ്റപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനാലാണ് ദൈവം നമ്മളെ പ്രത്യേകമായി സമൂഹത്തിൽ നിന്നും വിളിച്ച് വേർതിരിച്ച് മാമോദീസ എന്ന കൂദാശയിലൂടെ നിത്യരക്ഷയിലേക്ക് നമ്മളെ പങ്കുകാരാക്കി മാറ്റിക്കൊണ്ട്, രക്ഷിക്കപ്പെട്ടവരായി മാറിക്കൊണ്ട്. ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനി രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയത്തില്ല പലരും. രക്ഷിക്കപ്പെട്ടവനാ മാമോദീസ സ്വീകരിച്ച നിമിഷം തന്നെ. അങ്ങനെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഉയർത്തിയ കർത്താവിന് നന്ദി പറയണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് നന്ദി പറയാറുണ്ടോ? ദൈവം എത്രമാത്രം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ചിരിക്കുന്നു. ഈ നിമിഷം പോലും ജീവിച്ചിരിക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടല്ലേ? നമ്മുടെ മാതാപിതാക്കളുടെ സൽപ്രവൃത്തി കൊണ്ടാണോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലെ സൽപ്രവൃത്തികൾ കൊണ്ടാണോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. അവിടുത്തെ അനന്തമായ കാരുണ്യം എന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവിന് നന്ദി പറയണം. അവിടുന്ന് നൽകിയതിനും അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകാൻ പോകുന്നതിനെയും ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം. എനിക്ക് കിട്ടിയില്ല എന്നുള്ള പരാതിയല്ല, അല്ലെങ്കിൽ തരണമേ എന്നുള്ള യാചനയല്ല. ദൈവമേ, ഈ നിമിഷം വരെ എനിക്ക് നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. നാളെ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് നൽകുവാൻ പോകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവമേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് നന്ദി പറയണം. കാരണം എന്താണെന്നറിയാമോ? അവിടുന്ന് നല്ലവനാ. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ, സ്വർഗത്തിലും ഭൂമിയിലും നല്ലവനായിട്ട് കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവ് മാത്രമേ നല്ലവനായിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കരുണ എന്നേക്കും നിലനിൽക്കുന്നു. അതുകൊണ്ട് തുടർന്നുള്ള വചനത്തിൽ പറയുകയാണ്, കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. കഷ്ടതയിൽ നിന്നും അവിടുന്ന് അവരെ രക്ഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കഷ്ടതയുണ്ടായത് ആരുടെ കയ്യിലോ കുഴപ്പം കൊണ്ടാക്കാം? ദൈവത്തിൻ്റെ കയ്യിലോ കുഴപ്പം കൊണ്ടാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിപ്പ് കൊണ്ടാണ് പല വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കഷ്ടതകൾ കടന്നു വന്നത്. അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ തെറ്റായ ജീവിത ശൈലിയുടെ പരിണിതഫലമായിട്ട്, ഞാനുമായി ബന്ധം നിലനിൽക്കുന്ന വ്യക്തികളുടെ തെറ്റായ ജീവിത ശൈലിയുടെ പരിണിതഫലമായിട്ട് കഷ്ടതകൾ കടന്നു വരും, തകർച്ചകൾ കടന്നു വരും.
അതുകൊണ്ട് കർത്താവ് ഈ കഷ്ടതകൾ, തകർച്ചകൾ കടന്നു വരുമ്പോൾ അവിടുന്ന് നമ്മളെ രക്ഷിക്കും. പല മേഖലകളിലും നമ്മൾ ആ മേഖലയിൽ രക്ഷിക്കപ്പെട്ടവരാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് പറയുന്നത്, കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ നിന്ന് അവിടുന്ന് രക്ഷിച്ചു, അതിന് ദൈവത്തിന് നന്ദി പറയട്ടെ. അതായത് ദൈവത്തിന് മുമ്പിൽ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് നന്മ വർഷിക്കുന്നു, കരുണ വർഷിക്കുന്നു. 6-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. തങ്ങളുടെ കഷ്ടതയിൽ അവിടുന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. വചനം പറയുകയാണ്, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ആ തകർച്ചയിൽ നിന്ന്, ആ പ്രശ്നത്തിൽ നിന്ന്, ആ പ്രതിസന്ധിയിൽ നിന്ന്, ആ തകർച്ചയിൽ നിന്ന്, ആ ദുരിതത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു. നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവിടുന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കഷ്ടതയുണ്ടോ? കഷ്ടപ്പാടുകളുണ്ടോ? തകർച്ചകളുണ്ടോ? ദുരിതങ്ങളുണ്ടോ? പരാജയങ്ങളുണ്ടോ? ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ആ കഷ്ടതയിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ നന്മ കൊണ്ട് നിറയപ്പെട്ട ആ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. ഞാനും നിങ്ങളും തിന്മയിലായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നന്മയുടെ ഉറവിടമാകുന്ന ദൈവം തിന്മയിൽ ജീവിക്കുന്ന വ്യക്തി പോലും വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ആ കഷ്ടതയിൽ നിന്നും അവിടുന്ന് അവരെ രക്ഷിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, വാഗ്ദാനം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങേക്ക് നന്ദി പറയണമെന്നും അവിടുന്ന് നല്ലവനാണെന്നും അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നുവെന്നും തിരുവചനത്തിലൂടെ അരുളി ചെയ്ത കർത്താവേ, തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ കഷ്ടതയിൽ നിന്ന് അവരെ മോചിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, രോഗത്തിൻ്റെയും തകർച്ചയുടെയും പരാജയത്തിൻ്റെയും കടബാധ്യതയുടെയും എല്ലാം തകർച്ചകളിൽ നിൽക്കുമ്പോൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് സ്വർഗം തുറന്ന് അനുഗ്രഹിച്ച് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.